നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതൊന്ന് സത്യാമ്മയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുപോയി സിനിമ കാണിക്കുന്നത് പോലെ അങ്ങ് കാണിക്കും. ഈ സ്ക്രീനൊക്കെ വെച്ചിട്ട് ഈ 4K എഫക്റ്റിൽ അതോടെ തീരും നിന്റെ ഈ തിളപ്പും വാശിയൊക്കെ. അത് വേണ്ട, അതിനിവിടെ പ്രസക്തി ഇല്ലല്ലോ കളക്ടറെ. രഹസ്യം സൂക്ഷിക്കുന്നവൾക്ക് മുന്നിൽ അത് പരസ്യമാക്കാതിരിക്കാൻ യാചനയായിട്ട് വന്നതല്ലേ നീ? അപ്പോ കൽപ്പനയല്ലല്ലോ വേണ്ടത്, അപേക്ഷയല്ലേ? താണ് കേണുള്ള അപേക്ഷ. അപേക്ഷ ഞാൻ സ്വീകരിച്ചാ രഹസ്യം പുറത്താകാതിരിക്കും. സ്വീകരിച്ചില്ലെങ്കിൽ അറിയേണ്ടവരൊക്കെ അറിയും. എന്താ, അതല്ലേ ശരി കളക്ടർ മാഡം? പണം വാങ്ങിയതിനു ശേഷം നീ വീണ്ടും പണം ആവശ്യപ്പെടില്ലെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. വിശ്വാസം. ഞാൻ അങ്ങനെ പറയില്ലെന്ന് വിശ്വസിക്കുക. അല്ലാതെ മറ്റൊരു വഴി നിനക്ക് മുന്നിൽ ഇല്ല ശാലിനി. നീ ആരാ? ആ ചോദ്യം ഇവിടെ ആവശ്യമുള്ളതല്ല. ഞാൻ ആരുമാകാം, പക്ഷേ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നിനക്കനുകൂലമായിട്ടാ. അതൊരു പക്ഷേ നീ തരാൻ പോകുന്ന ഈ പണം കണ്ടിട്ട് തന്നെ ആവാം. പണമല്ലേ? പണം എന്തിനാ? ചെലവാക്കാൻ. അങ്ങനെ ചെലവാക്കി പെട്ടിയുടെ കനം കുറഞ്ഞ ഞാൻ ചിലപ്പോ വീണ്ടും പണം ആവശ്യപ്പെട്ടെന്നിരിക്കും. തരാൻ നീ ബാധ്യസ്ഥയുമാവും. ഇല്ലെങ്കിൽ പിന്നെ എന്റെ വാക്കുകൾ കേൾക്കുന്നത് സത്യഭാമയായിരിക്കും. അറിയാലോ അവരെ. രണ്ടടി അവരുടെ കാരണം നോക്കി അടിച്ചിട്ട് അടിക്കാനുണ്ടായ സാഹചര്യം പറഞ്ഞ അവര് ക്ഷമിക്കും. പക്ഷെ അവരെ പോലൊരു സ്ത്രീയെ ബോധപൂർവം പറ്റിച്ചു എന്നറിഞ്ഞ അവര് നിന്ന് ഉറഞ്ഞു തുള്ളും. എന്ത് വേണമെന്ന് ഇപ്പൊ തീരുമാനിക്കാം. ഞാൻ ആരാണെന്ന് സത്യം തേടി പോകണോ, അതോ സത്യഭാമയ്ക്ക് മുന്നിലേക്ക് ഞാൻ ആ രഹസ്യം എറിഞ്ഞു കൊടുക്കണോ എന്നൊക്കെ. പപ്പി സ്വന്തം മോളല്ലെന്ന് ആ രോഹിത് എങ്ങാനും അറിഞ്ഞാലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഭ്രാന്ത് പിടിച്ചു പോകും അവനെപ്പോലൊരു ലോല ഹൃദയം. കിട്ടുന്നത് എന്താണോ അതെടുത്തിട്ട് പോളും ശ്യാമയുടെ പള്ളയ്ക്ക്. ശ്യാമയുടെ മരണം, രോഹിത്തിന്റെ അറസ്റ്റ്, കേസ്, പുകില്, ജയില്. ശാലിനിയുടെ തിരക്കുള്ള ജീവിതത്തിൽ വീണ്ടും ഓടടാ ഓട്ടം. എന്താ വേണ്ടെന്ന് വെച്ചാ ഇപ്പൊ തീരുമാനിക്കണം. എനിക്കാണെങ്കിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതാ. പണം ഞാൻ തരാം, അത് നിന്നെ വിശ്വസിച്ചുകൊണ്ട്. പക്ഷെ വീണ്ടും തരികിട പരിപാടിയുമായി കളത്തിലിറങ്ങാനാണ് ഭാവമെങ്കിൽ ജില്ലാ കളക്ടറുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് എനിക്ക് ചിലതൊക്കെ ചെയ്യേണ്ടി വരും. അതൊരു പക്ഷേ നിനക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ചെയ്യില്ല നീ. നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. 10 ചോദിച്ചെടുത്ത് ഞാൻ 50 ചോദിച്ചാലും കൊണ്ട് തരും നീ. കയ്യിലില്ലെങ്കിൽ 10 പേരോട് തെണ്ടിയിട്ടായാലും നീ കൊണ്ടുവരും. കാരണം നിന്റെ കൂടെ പിറപ്പുകളോട് നിനക്ക് വലിയ മതിപ്പാ. അവർക്കൊരാപത്ത് വരുന്നത് നിനക്ക് സഹിക്കില്ല. നിന്റെ ജീവിതം തകർന്നാലും അവരുടെ ജീവിതം തകരരുതെന്ന് നീ എപ്പോഴും ആഗ്രഹിക്കും. അതുതന്നെയാടി എന്റെ തുറപ്പ് ചീട്ടും. ഇനി ഇത് തീരുന്നത് വരെ ഞാൻ വിളിക്കില്ല എന്നൊന്നും പറയില്ല. തീരാതിരിക്കാൻ നീ പ്രാർത്ഥിക്കും. എനിക്ക് വലിയ വലിയ ആവശ്യങ്ങൾ വരാതിരിക്കാൻ കരഞ്ഞു തന്നെ പ്രാർത്ഥിക്കും. എന്നാ പോട്ടെ. സംശയം ഉണ്ടായിരുന്നു, അതൊന്ന് ഉറപ്പിക്കണമായിരുന്നു. നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്നു. ഇനി നീ പൊയ്ക്കോ. നീ പറയുന്നതൊന്നും സത്യമ്മ വിശ്വസിക്കില്ല. അതുകൊണ്ട് ഈ പണവും നിനക്ക് തരേണ്ട ആവശ്യമില്ല. ശാലിനി, നീ ഇതല്ല ഇതിനപ്പുറത്തെ തറ വേല കാണിക്കുന്ന എനിക്കറിയായിരുന്നു.
പക്ഷെ നീ കാണിച്ചത് ഉഡായിപ്പ് കണ്ടുപിടിച്ച ഏറ്റവും വലിയൊരാളുടെ അടുത്താണെന്നുള്ള കാര്യം നീ മറന്നു. നീ എനിക്ക് പണമായി വന്നപ്പോ മുതൽ, പപ്പിയുടെ ജനന ചരിത്രം മുതൽ, ശ്യാമയുടെ മരണം വരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദാ എന്റെ ഫ്രണ്ട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. നോക്കടി. ഇതൊന്ന് സത്യാമ്മയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുപോയി സിനിമ കാണിക്കുന്നത് പോലെ അങ്ങ് കാണിക്കും. ഈ സ്ക്രീനൊക്കെ വെച്ചിട്ട്, ഈ 4K എഫക്റ്റിൽ. അതോടെ തീരും നിന്റെ ഈ തിളപ്പും വാശിയൊക്കെ. ഈ പണം നീ എനിക്കായിട്ട് തന്നെ കൊണ്ടുവന്നതാണെങ്കിൽ അത് ഞാനായിട്ട് തന്നെ കൊണ്ടുപോകും. അതെന്റെ ഒരു വാശിയാ. എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ പതനം, എന്നേക്കുമായിട്ടുള്ള നിന്റെ അധപതനം അവിടെ കൊണ്ടൊന്ന് എത്തിക്കുന്നില്ല ഞാൻ. വരാൻ പോകുന്ന കാലമല്ലേ, അതെങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷെ ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരു ജയിൽവാസം, അത് നീ ചോദിച്ചു വാങ്ങിക്കരുത്. അതിനിട വരുത്തുകയും ചെയ്യരുത്. ബെൽറ്റ് ഇട്ടിട്ട് പൂട്ടുന്ന നായ അതിൽ കിടക്കില്ലെന്ന് കണ്ട പിന്നെ പൂട്ടുന്നത് ചങ്ങലപ്പൂട്ട. അത് നീ എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ആരുടെ കാലിലാ ചങ്ങലപ്പൂട്ട് വീഴുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.